Good afternoon. Good afternoon, Miss. Afternoon, Miss. Afternoon, Miss. Microsoft Excel, MS PowerPoint, പിന്നെന്താ MS Word, ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ? വായിച്ചിരുന്നോ? വായിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ? സ്മിത, എക്സലും പവർ പോയിന്റ് ഒക്കെ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? വായിച്ചു നോക്കിയോ? ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു മിസ്സേ. വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇതൊന്ന് പറഞ്ഞേ, MS Excel ഒന്ന് പറഞ്ഞേ, ഫുള്ളായിട്ടൊന്ന് പറഞ്ഞേ. MS Excel മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് MS Excel എന്ന് പറയുന്നത്. അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും. നമുക്ക് അതിനകത്ത് ഡേറ്റ മാനേജ്മെന്റ്, അനലൈസിസ്, വിഷ്വലൈസേഷൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ഉണ്ട്. അതില് ടാബുലർ ഫോർമാറ്റിലായിരിക്കും നമ്മുടെ MS Excel കാണപ്പെടുന്നത്. അതായത് റോസും കോളംസും ആയിട്ടായിരിക്കും അതിന്റെ ഷീറ്റ്, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് ഡേറ്റ അനലൈസിങ് ചെയ്യാനായിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം, ഫിൽറ്ററിങ് ചെയ്യാം, ഡേറ്റ ഒക്കെ സമ്മറൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഫോർമുലാസ് ഉണ്ട്, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. എന്തെങ്കിലും ഇത് എക്സലില് എന്താ പറയാ, ഡേറ്റാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഓട്ടോ സമ്മ്, പിന്നെ നമുക്ക് തന്നെ ഓട്ടോ സമ്മിൽ ചെയ്താലും നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. അതല്ലാണ്ട് തന്നെ ഓൾട്ട് ഈക്വൽ ഒക്കെ അടിച്ചാലും ചെയ്യാം. അങ്ങനെ 3 രീതിയിൽ നമുക്ക് അത് കാൽക്കുലേഷൻ ചെയ്യാം. പിന്നെ ഡേറ്റ മാനേജ്മെന്റ് ഉണ്ട്. അതിൽ സോർട്ട് ചെയ്യണം, ഫിൽറ്ററിങ് ഡേറ്റ, അതിന്റെ വാലിഡേഷൻ, ഡേറ്റ കൺസോളിഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യാനായിട്ട് നെറ്റ് പ്രസന്റ് വാല്യൂ എന്നും പറഞ്ഞ് IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞും 2 കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത്, അവരുടെ എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് അറിയാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡുകളാണത് നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകൾ കാര്യങ്ങള്. പിന്നെ അത് ആപ്ലിക്കേബിൾ, അത് വേണം. ഹോസ്പിറ്റലിൽ എങ്ങനെയാ എല്ലാരും കേക്കട്ടെ, പറഞ്ഞേക്കട്ടോ. ഹോസ്പിറ്റലില് MS Excel യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബുക്കിംഗ് ചെയ്യാൻ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ റെക്കോർഡുകൾ, പിന്നെ പേഷ്യന്റ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഡേറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതെല്ലാം എക്സലിലായിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ പേഷ്യന്റിന് ഷെഡ്യൂളിങ്, അപ്പോയിന്റ്മെന്റ്സ്, അതായത് പേഷ്യന്റ് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്യുമല്ലോ ഡോക്ടറെ കാണാനും ഒക്കെ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട്. പിന്നെ ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് MS Excel ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യണത്. ഇനി MS PowerPoint കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇത്രയല്ലേ ഉള്ളൂ? ഇനി ശരണ്യ എന്ന് പറഞ്ഞേ, പവർ പോയിന്റ് എന്ന് പറഞ്ഞേ. പവർ പോയിന്റും സോഫ്റ്റ്വെയർ ഡെവലപ്പ് മൈക്രോസോഫ്റ്റ് ആണ്. പിന്നെ അതില് സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ലേഔട്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്നിവയൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇമേജ്, ഓഡിയോ, വീഡിയോ ഫയല്, അങ്ങനെ വിഷ്വലായിട്ടുള്ള ഒരു ഇതാണ് പവർ പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ പോയിന്റും മിസ് എങ്ങനെ ഓരോന്നായിട്ട് പറയാനാണോ? ഓരോന്നായിട്ട് പറയണം. സ്ലൈഡ് ക്രിയേഷൻ,
അതില് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആദ്യം തുടങ്ങുന്നവർക്ക് പോലും അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ടാണ് ഇതുള്ളത്. ടെക്സ്റ്റ്, ഇമേജ്, ടേപ്സ്, ചാർട്ട്സ്, മൾട്ടിമീഡിയ എലമെന്റ്സ്, 2 സ്ലൈഡ്, ഇവയെല്ലാം സ്ലൈഡ് ക്രിയേഷനിൽ വരും. ഇനി സ്ലൈഡ് ഫോർമാറ്റ്, ഫോണ്ട്, കളറ്, ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ആനിമേഷൻ ഇതെല്ലാം ചെയ്യുന്നതാണ്. പിന്നെ സ്ലൈഡ് ലേഔട്ട്, ലേഔട്ട്, വെറൈറ്റി സ്ലൈഡായിട്ട് വെറൈറ്റി ലേഔട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഡിസൈനില് ഒക്കെ മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പാരിസൺ സ്ലൈഡ്, സേവിങ് ടൈം, സ്ലൈഡ് ഡിസൈൻ അതെല്ലാം ചെയ്യുന്നതാണ് സ്ലൈഡ് ലേഔട്ടിൽ ചെയ്യുന്നത്. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഇമേജ്, ഓഡിയോ ആൻഡ് വീഡിയോ ഫയല് അതെല്ലാം ചെയ്യുന്ന മൾട്ടിമീഡിയ ഇന്റഗ്രേഷനിൽ വരുന്നത്. പിന്നെ ഓവറോൾ ഓക്കെ, മതി മതി. ഇനി അജിസ്ന ഒന്ന് പറഞ്ഞേ, ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ പവർ പോയിന്റ്. അജിസ്ന. മിസ്സേ, അത് ഞാൻ റെക്കോർഡഡ് ക്ലാസ് കേട്ടില്ലായിരുന്നു. വേറെ ആരെങ്കിലും പറയാമോ ആപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റല് MS പവർ പോയിന്റ്? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. സഫിയ ഒന്ന് പറഞ്ഞേ. സഫിയ പോയോ? ഓക്കെ, ആരും പറയുന്നില്ല. സ്മിത ഒന്ന് പറയാമോ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ MS പവർ പോയിന്റ്? പറയാം. ഒന്ന് പറഞ്ഞേ. ഒന്നാമത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എന്താ ഒന്നാമത്തെ പോയിന്റ്? മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ശരി, പറഞ്ഞു. മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഹോസ്പിറ്റലില് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ട്രെയിനിങ്ങിന് വേണ്ടി പ്രോഗ്രാംസുകളെല്ലാം നടത്തുന്നു. പ്രൊഫഷണലി പ്രോഗ്രാംസ് എല്ലാം വിഷ്വലി അവരെ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം സഹായിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾക്കും പേഷ്യൻസിനൊക്കെ വേണ്ടി സെമിനാർ കണ്ടക്ട് ചെയ്യുന്നു. അവരുടെ ക്ലാസ്സുകളെല്ലാം നടത്തുന്നതും ഈ സെമിനാറുകളെല്ലാം നടത്തുന്നത് ഈ പവർ പോയിന്റ് വിഷനിലൂടെയാണ്. അവർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അവർക്ക് അവയർനെസ് കൊടുക്കുന്നതിനും വർക്ക്ഷോപ്പ് ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് പവർ പോയിന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. പിന്നെ അടുത്തത് ക്ലിനിക്കൽ പ്രസന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഡോക്ടർമാർക്ക് അവരുടെ ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങളും കേസ് സ്റ്റഡീസും ഡിസ്പ്ലേ റിസർച്ച് ഫൈൻഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പവർ പോയിന്റിലൂടെയാണ്. പിന്നെ മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എല്ലാ മാസവും അവർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യും. ആ മീറ്റിങ്ങിൽ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതോറിറ്റിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഈ സോഫ്റ്റ്വെയർ MS പവർ പോയിന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രസന്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പവർ പോയിന്റിലൂടെയാണ്. പിന്നെ അടുത്തത് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. ഹെൽത്ത് കെയർ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട അച്ചീവ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ അത് കൂടുതൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഇത് ഉപകരിക്കും. അവര് കൈവരിച്ച ഹോസ്പിറ്റലിൽ അവർ നടത്തിയ നേട്ടങ്ങളും കാര്യങ്ങളും അതൊക്കെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ പവർ പോയിന്റ് പ്രസന്റേഷനോട് സഹായിക്കും. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കും, കൂടുതൽ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് ആകർഷിക്കും. വിഷ്വലി എഫക്റ്റീവ് ആണ് MS പവർ പോയിന്റ്. ഇതൊരു പ്രസന്റേഷൻ പാക്കേജ് ആണ്. ഇതിലൂടെ കൂടുതൽ അച്ചീവ്മെന്റ് നേടാനും പറ്റും. ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അത്രേ ഉള്ളൂ മിസ്സേ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില നെറ്റ്വർക്കുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ലാന്, വാൻ, അതൊക്കെ ഞാൻ ലാസ്റ്റ് ചോദിക്കാം. നമുക്ക് ഇന്റർനെറ്റ് ഒന്ന് പരിചയപ്പെടാം, എന്താണ് സംഭവം.
ഓക്കെ, ഇന്റർനെറ്റ് കേട്ടോ. Communicating through the internet has revolutionized the people's way to connect and interact globally. It has opened up a multitude of meeting places for quick and convenient communication. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം വന്നേ പിന്നെ എന്താണ് വളരെ റെവല്യൂഷൻ ആയിട്ട് അല്ലെ, വളരെ വിപ്ലവാത്മക രീതിയിലാണ് എന്ത് വന്നത്, ഇന്റർനെറ്റ് വന്നത് അല്ലെ. കാരണം എന്താണ്, കുറച്ചുകൂടി എന്താണ് നമുക്ക് ആഗോളതലത്തിൽ അല്ലെ, അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ എന്താണ് നമ്മൾക്ക് പറ്റിയത് എന്തിലൂടെയാണ്, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണ് വന്നതിലൂടെയാണ്. അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം കമ്മ്യൂണിക്കേഷന് ആഗോളതലത്തില് കണക്ട് ചെയ്യാനും സംവദിക്കാനുമുള്ള ഒരു ഇതായിട്ടാണ് തുറന്ന് വന്നത്. അപ്പൊ ഇതിലൂടെ എന്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരിക്കുന്ന പല കോർണറുകളിലായിട്ടിരിക്കുന്ന ആളുകളെ തമ്മില് ബന്ധിപ്പിക്കുകയും അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഇന്റർനെറ്റ് വഴിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞാനും അമേരിക്കയിലിരിക്കുന്ന ഒരാളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ഇതിലൂടെ തന്നെയാണ്, ഇന്റർനെറ്റ് വഴിയാണ്. അപ്പൊ നമുക്ക് ഇന്റർനെറ്റിന്റെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായാലും. അതെങ്ങനെയാണ് വന്നത്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, പിന്നെ അതിപ്പോ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം അതൊന്ന് പറയാട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. സ്ലൈഡിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ഇത് ശ്രദ്ധിച്ചിരിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് പറയുമ്പോൾ നോട്ട് എഴുതി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ അർപ്പാനെറ്റ്, ഓക്കെ, അതായത് ഇന്റർനെറ്റിന്റെ ഏർലി ഫോം ആണ് എന്ത്, അർപ്പാനെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പഴയ കാലത്ത് എന്താണ് അറിയപ്പെട്ടിരുന്നത് എന്താണ്, അർപ്പാനെറ്റ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇന്റർനെറ്റ് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് അർപ്പാനെറ്റ് എന്നാണ്. ഓക്കെ, അതായത് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നാണ് അർപ്പാനെറ്റിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, 1969 ഈ ഒരു അർപ്പാനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്തത്, ഫോം ചെയ്തത് കേട്ടോ. അതായത് ഇന്റർനെറ്റിലേക്കുള്ള വഴികാട്ടിയാണ് എന്ത്, അർപ്പാനെറ്റ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. 1969 ഫോം ചെയ്തത്. ഇനി 1983 ജനുവരി 1 നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണ്, ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പൊ 1969 അർപ്പാനെറ്റ് എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഇത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിൽ ആ ഒരു മോഡേൺ ഇന്റർനെറ്റ് വികസിപ്പിച്ചത് എപ്പോഴാണ്, അത് 1983 അഥവാ 1983 ജനുവരി 1 ഡെവലപ്പ് ചെയ്തത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി അല്ലേ, അതെന്നാ പഠിച്ചത് നമ്മൾ, ഇയർ ഏതായിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിലെ ഇയർ ഏതായിരുന്നു, 1983 തന്നെയായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ മോഡേൺ ഇന്റർനെറ്റ് വന്നത്, ഡെവലപ്പ് ചെയ്തത് 1983 ജാനുവരി 1. ഓക്കെ, ഇനി അപ്പൊ വേൾഡിൽ അല്ലെങ്കിൽ ലോകത്തിലാണ് എന്ത് വന്നത്, ഈ മോഡേൺ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വേൾഡിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 1983. എന്നാല് ഇത് ഇന്ത്യയിൽ വന്നപ്പോ കുറച്ചും കൂടി എന്താണ് ലേറ്റ് ആയിട്ടോ. ഇന്ത്യയില് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് വന്നത്, ഡെവലപ്മെന്റ് വന്നത് 1995 കേട്ടോ. 1995 ഇവിടെ വന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയത്. ഓഗസ്റ്റ് 15 കേട്ടോ, ഒരു ഇൻഡിപെൻഡൻസ് ഡേയിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്, 1995 ഓഗസ്റ്റ് 15. ഓക്കെ, ഇനി ഫസ്റ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് BSNL ആണ് കേട്ടോ. അതായത് ആദ്യമായിട്ട് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അത് BSNL എന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. നമ്മുടെ BSNL എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ തന്നെയാണ് ഇത് BSNL കേട്ടോ, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ലാസ്റ്റ് ഏതാട്ടോ നോട്ട്, ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് കേട്ടോ. ആരാണ്, BSNL. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, ആദ്യത്തെ ഫോം ഏതായിരുന്നു ഇന്റർനെറ്റിന്റെ,
ഓക്കെ. ഇനി IP അഡ്രസ് എന്താണെന്ന് പറയാം കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ IP അഡ്രസ് എന്ന് പറയുന്ന സംഭവം? കേട്ടിട്ടില്ലേ? ഇത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒന്നല്ലേ ഇത്? അതായത് ഒരു ഇന്റർനെറ്റ് യൂസർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യുണീക്ക് അഡ്രസ് ആണിത് IP അഡ്രസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഇന്റർനെറ്റ് യൂസർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യുണീക്ക് അഡ്രസ് ആണ് IP അഡ്രസ്. ഓക്കെ. അതായത് IP അഡ്രസ്സിന് 2 തരം ഫോർമാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് IPv4, അത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. കൂടാതെ 32 ബിറ്റിലാണ് അത് വരുന്നത് കേട്ടോ. IPv4 എന്ന് പറയുന്ന IP അഡ്രസ് 32 ബിറ്റ് ആണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4. ഇനി അടുത്തത് IPv6. ഇതാണ് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. അതിനകത്ത് ബിറ്റ് എന്ന് പറയുന്നത് 128 ആണ്. 128 ബിറ്റ് ആണ് എന്ത് IPv6. അപ്പൊ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് IP അഡ്രസ് എന്താണെന്നാണ് കേട്ടോ. അതായത് ഒരു ഇന്റർനെറ്റ് യൂസർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂണിക് അഡ്രസ് ആണ് എന്ത് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MAC അഡ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? അതെന്തായിരുന്നു MAC അഡ്രസ്? MAC അഡ്രസ് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ? ഓർമ്മയില്ലേ? ആരെങ്കിലും ഒരാൾ ഫിസിക്കൽ അഡ്രസ് ഓഫ് കമ്പ്യൂട്ടർ. അഡ്രസ്, ഐഡന്റിഫൈ അഡ്രസ് കമ്പ്യൂട്ടറിന്റെ. ഓക്കെ. ഇനി നമ്മൾ ഈ www.com എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ അത് സംഭവം? വേൾഡ് വൈഡ് വെബ്. വെബ് എന്തിനു വേണ്ടിട്ട്? എന്തിനു വേണ്ടിട്ടാ? നമുക്ക് ഇന്റർനെറ്റിലൂടെ സേവനങ്ങൾ നമുക്ക് ഒരാള് പറ സ്മിത പറ. ഇന്റർനെറ്റിലൂടെ നമുക്ക് സേവനങ്ങളൊക്കെ കിട്ടുന്നതിന് ഉപയോഗിക്കുന്നതാണ്. സേവനങ്ങളൊക്കെ കിട്ടുന്നതിന് ഉപയോഗിക്കുന്നതിനല്ലേ വേൾഡ് വൈഡ് വെബ് അഥവാ WWW അല്ലേ? ഓക്കെ. ഇത് കണ്ടുപിടിച്ച ആരാണെന്ന് അറിയാമോ? വേൾഡ് വൈഡ് വെബ് ആർക്കെങ്കിലും അറിയാമോ പേര്? ഇല്ല. ടിം ബേഴ്സൺലി ആണ് കേട്ടോ. ടിം ബേഴ്സൺലി ആണ് WWW അഥവാ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ. ഇതിന്റെ ആസ്ഥാനം വരുന്നത് ജനീവയാണ് കേട്ടോ. വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം വരുന്നത് ജനീവ. അത് ഓർത്തിരിക്കുക. ഞാൻ നോട്ട് പറയുമ്പോൾ എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി ആദ്യകാലങ്ങളില് വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് ആർക്കെങ്കിലും അറിയാമോ? ആദ്യകാലങ്ങളില് വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കേട്ടോ. HTML കേട്ടിട്ടില്ലേ? ആദ്യകാലങ്ങളിൽ വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി HTML ഫാദറും ആര് തന്നെയാണ്? ടിം ബേഴ്സൺലി ആണ് കേട്ടോ. അതായത് WWW അഥവാ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ച അതേ ആള് തന്നെയാണ് എന്ത് കണ്ടുപിടിച്ചത്? HTML കണ്ടുപിടിച്ചത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഇമെയിൽ ആണ്. ഓക്കെ. ഇമെയിലിന്റെ ഫാദർ റേ ടോമിൽസൺ ആണ്. ഓക്കെ. റേ ടോമിൽസൺ ആണ് ഇമെയിലിന്റെ ഫാദർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഹോട്ട്മെയിൽ ആണ്. ഹോട്ട്മെയിൽ എന്ന് പറയുന്നത് സബീർ ഭാട്ടിയാണ് അത് കണ്ടുപിടിച്ചേ. ഹോട്ട്മെയില് കണ്ടുപിടിച്ചത്. ഓക്കെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാ മതി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. Early form of internet. Early form of internet, ARPANET. Early form of internet, ARPANET. Early form of internet, ARPANET. ആയിരത്തി 1969 ഫോം ചെയ്തത്. 1969 ഫോം ചെയ്തു. 1969 ഫോം ചെയ്തു.
ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം എഴുതാം. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക്. അതായത് ഈ അർപ്പാനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടുപിടിച്ചത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇത് അമേരിക്കയിലാണ് കണ്ടുപിടിച്ചത്. അമേരിക്കയുടെ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന രീതിയിലാണ് ഈ അർപ്പാനെറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് കേട്ടോ. അതായത് അമേരിക്കയുടെ ഡിഫൻസ് ഉണ്ടല്ലോ, പ്രതിരോധ സേന ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തതാണ് എന്ത് ഈ അർപ്പാനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ഇനി മോഡേൺ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത്, മോഡേൺ ഇന്റർനെറ്റ് കേട്ടോ, 1983 ജനുവരി 1 കേട്ടോ. മോഡേൺ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് 1983 ജനുവരി 1. ഇന്റർനെറ്റിന്റെ ഫാദേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ? ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് ആരൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇന്റർനെറ്റ് അറിയാമായിരിക്കുമല്ലോ ഇല്ലേ? ഷിനു അറിയാമോ ഇന്റർനെറ്റ് ആരാ കണ്ടുപിടിച്ചേ? അറിയില്ല അല്ലെ? വിൻഡൻ സർഫ്, ബോബ് ജെൻ കേട്ടോ. വിൻഡൻ സർഫും ബോബ് ജെന്നും കൂടി ചേർന്നിട്ടാണ് ഇന്റർനെറ്റ്. വിൻഡൻ സർഫ് കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? സ്പെല്ലിംഗ് അല്ലേ? ഓക്കെ. WINTON വിൻഡൻ സർഫ്, SURF വിൻഡൻ സർഫ്, ബോബ് ഗൻ BOBGHEN ബോബ് ഗൻ. BOV മിസ് BOBGHEN ബോബ് ഗൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആധുനിക ഇന്റർനെറ്റ് വന്നത് 1983 ജനുവരി 1. ഇനി ഇന്ത്യയില് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 1995 ഓഗസ്റ്റ് 15 കേട്ടോ. 1995 ഓഗസ്റ്റ് 15. ഓക്കെ, ഇനി ഫസ്റ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ BSNL. ഫസ്റ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ BSNL. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അത് ചിലപ്പോൾ മാറിപ്പോവാൻ ചിലപ്പോ കേട്ടോ. അതായത് ഫസ്റ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് BSNL അഥവാ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഫസ്റ്റ് പ്രൈവറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഇന്ത്യ? അതായത് ആദ്യമായിട്ട് സ്വകാര്യമായിട്ട് എന്ത് ചെയ്തത്, ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തത്. അതായത് ഇതെന്ന് പറയും BSNL എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. എന്നാല് പ്രൈവറ്റ് ആയിട്ട് ആളുകളിലേക്ക് ഇന്റർനെറ്റ് കൊടുത്തത്, പ്രൊവൈഡ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ് കേട്ടോ. സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യ മേഖലയിൽ എന്താണ് ഇന്റർനെറ്റ് കൊണ്ടുവന്നതും അത് ആളുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തതും. അതും കൂടി ഒന്ന് എഴുതി വെക്കുക കേട്ടോ. സത്യം കമ്പ്യൂട്ടേഴ്സ്. അതെ. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പ്രൊവൈഡർ ആണ് സത്യം കമ്പ്യൂട്ടേഴ്സ്. സത്യം കേട്ടോ, SATHYAM സത്യം കമ്പ്യൂട്ടേഴ്സ്.
BSNL ഒന്നും കൂടെ ഫുൾ ഫോം അറിയോ? BSNL അല്ലട്ടോ, BL ട്ടോ. അത് മറ്റേ പിന്നെ? ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. ഇത് BSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, BSNL. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. BSNL ആണ്, BSNL അല്ല. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, VIDESH SANCHAR NIGAM LIMITED, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് കേട്ടോ. ഓക്കെ, ടീച്ചറെ സ്പെല്ലിംഗ് ഒന്നുകൂടി പറയണോ? വിദേശ്, VIDESH, വിദേശ് സഞ്ചാർ, SANCHAR, സഞ്ചാർ, നിഗം, NIGAM, നിഗം, ലിമിറ്റഡ്, LIMITED, ലിമിറ്റഡ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എഴുതാം. IP അഡ്രസ് കേട്ടോ. IP അഡ്രസ് എന്താണെന്ന് എഴുതാം. ഒരു ഇന്റർനെറ്റ് യൂസർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യൂണീക്ക് അഡ്രസ് ആണ് IP അഡ്രസ്. ഒരു ഇന്റർനെറ്റ് യൂസർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യൂണീക്ക് അഡ്രസ് ആണ് എന്ത്? IP അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് തരമുണ്ട്. ആദ്യത്തേത് എഴുതാം IPv4 കേട്ടോ. IPv4 അഥവാ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 32 ബിറ്റ് ആണ് കേട്ടോ. 32 ബിറ്റ്. ഇനി രണ്ടാമത് എഴുതാം. ഒന്നുകൂടി പറയാം. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 ആണ് IPv4 എന്ന് പറയുന്നത്. IP അഡ്രസ് ആണ് കേട്ടോ അത്. 32 ബിറ്റ് ആണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4. ഓക്കെ, ഇനി നേരെ IPv6 വന്നാൽ എങ്ങനെ പറയാം ഇതിനെ? ഇപ്പൊ നമ്മൾ 4 പറഞ്ഞില്ലേ, അതുപോലെ ഇതിനെ എങ്ങനെ പറയാം? പ്രോട്ടോകോൾ വിഷൻ 6. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 6 ആണ് എന്ത്? ഈ IPv6. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് അഡ്രസ്സാ? IPv6 ആണ് കേട്ടോ. അതെന്തുകൊണ്ടാ? 128 ബിറ്റ് ആണ് ഇതിനുള്ളത് കേട്ടോ. ഓക്കെ, IPv6 അഥവാ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 6 128 ബിറ്റ്. IPv4 എത്ര ബിറ്റാ പറഞ്ഞേ? 32 ബിറ്റ്. 32 ബിറ്റ് 32 കേട്ടോ. IPv6 128 ബിറ്റ്. 128. ഇനി അടുത്ത എഴുതാം ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് അഥവാ WWW. ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ടിം ബേഴ്സൺലി കേട്ടോ. ടിം ബേഴ്സൺലി, TIMBURNSELY. പറഞ്ഞ മിസ്സാ. ഒന്നുകൂടി പറയാം. TIMBURNSELY. TIMBURNSELY. ഓക്കെ, വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം വരുന്നത് ജനീവയാണ് കേട്ടോ. ജനീവ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആദ്യകാലങ്ങളിൽ വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HYPERTEXT
HyperLanguage. Hypertext markup language. Hypertext markup language. Spelling വേണോ? ആദ്യകാലങ്ങളിൽ വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ്. ആദ്യകാലങ്ങളിൽ വെബ് പേജുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ. ഇനി ഫാദർ ഓഫ് HTML എന്നും പറയുന്നത് ആര് തന്നെയാണ്? ടിം ബെർണസ്-ലി അല്ലെ? ഇയാള് തന്നെയാണ് അല്ലെ? അതായത് WWന്റെ ഫാദർ ആരാണോ ആള് തന്നെയാണ് എന്ത് കണ്ടുപിടിച്ചത്? HTML കണ്ടുപിടിച്ചത്. ഓക്കെ. ഇനി ഫാദർ ഓഫ് ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് റേ ടോമിൽസൺ ആണ്. റേ ടോമിൽസൺ. ഫാദർ ഓഫ് ഇമെയിൽ എന്ന് പറയുന്നത് റേ ടോമിൽസൺ. സ്പെല്ലിംഗ് ഒന്ന് അറിയാമോ? സ്പെല്ലിംഗ് പറയാം. RAYTOMILSON. RAYTOMILSON. റേ ടോമിൽസൺ. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ഹോട്ട്മെയിൽ ആണ് കേട്ടോ. ഹോട്ട്മെയിലിന്റെ ഫാദർ എന്ന് പറയുന്നത്, ഫാദർ ഓഫ് ഹോട്ട്മെയിൽ എന്ന് പറയുന്നത്, HOT ഹോട്ട്മെയിൽ എന്ന് പറയുന്നത് സബീർ ഭാട്ടിയ. സബീർ ഭാട്ടിയ. SABERBHATTYA. സബീർ ഭാട്ടിയ. ഓക്കെ. SABERBHATTIYA. ഓക്കെ. IYA ഭാട്ടിയ. ഇനി അടുത്തത് കേട്ടിരിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്ലൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെബ് ബ്രൗസറെ കുറിച്ച്. അതിന്റെ ഉപയോഗവും കാര്യങ്ങളും മാത്രമാണ്, അല്ലാണ്ട് സ്പേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് വെബ് ബ്രൗസർ എന്ന് നോക്കാം കേട്ടോ. എന്താണ് ഒരു വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാല്? ആർക്കെങ്കിലും അറിയാമോ വെബ് ബ്രൗസർ? സൈറ്റുകൾ കാണുന്നതിനുള്ള സോഫ്റ്റ്വെയർ. അതായത് നമുക്ക് ഈസി ആയിട്ട് വെബ് പേജുകളെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്ത് പറയുന്നേ? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് വെബ് പേജുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർസിനാണ് എന്ത് പറയുന്നത്? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾസ് എന്ന് പറയാം ആർക്കെങ്കിലും? ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്. കേൾക്കുന്നില്ല സ്മിത? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇന്റർനെറ്റ്, മോസില്ല, പിന്നെ ക്രോം, ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം. ഇത്ര ഉള്ളോ? അപ്പൊ ഞാൻ പറഞ്ഞു വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ വെബ് പേജിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറിനെ എന്ത് പറയുന്നത്? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ചില വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, മൊസില്ല ഫയർഫോക്സ്, ഓപ്പറ, സഫാരി, ഐസ്വാള്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ചില വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. എഴുതാം, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, ഇപ്പൊ എഴുതണ്ട. ഇനി ഫസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ആരാ? വേൾഡ് വൈഡ് വെബ് ആണ് കേട്ടോ. ഓക്കെ. അതായത് വേൾഡ് വൈഡ് വെബ് ആണ്. ഫസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ആണ്. ഇനി മൈക്രോസോഫ്റ്റിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ഉണ്ട്. അത് ഏതാണെന്ന് പറയാമോ? ഈ പറഞ്ഞതിലുണ്ട്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ഉണ്ട്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് കേട്ടോ. ഇത് പറഞ്ഞ കറക്റ്റ് ആണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസർ. ഓക്കെ.
ഇനി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറക്കിയത് 1995 ട്ടോ, 1995 ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി ഈ മൈക്രോസോഫ്റ്റിന്റെ തന്നെ മറ്റൊരു വെബ് ബ്രൗസർ ഉണ്ട്, അതിന്റെ പേരാണ് എഡ്ജ് കേട്ടോ. എഡ്ജ് എന്ന് പറയുന്ന വെബ് ബ്രൗസർ എന്താണ്, അത് മൈക്രോസോഫ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒന്നാണ്. അപ്പോ മൈക്രോസോഫ്റ്റിന്റെ തന്നെ 2 വെബ് ബ്രൗസർ ഉണ്ട്, ഒന്നാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, 2 എഡ്ജ്. ഇനി അടുത്തത് ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? ഏറ്റവും വേഗതയേറിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസർ ആണ് കേട്ടോ. സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസർ ആണ്. ആപ്പിൾ കമ്പനിയുടേതാണ് എന്ത്, സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസർ കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് എപ്പിക്. നമ്മുടെ ഇന്ത്യ സ്വയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എപ്പിക് ആണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇൻബിൽറ്റ് ആന്റിവൈറസ് ഫെസിലിറ്റിയോട് കൂടി ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാല് അത് എപ്പിക് എന്ന് പറയുന്ന വെബ് ബ്രൗസർ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ചില സെർച്ച് എഞ്ചിൻസ് ആണ്. എന്തൊക്കെയാ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകള്? എന്തൊക്കെയാ സെർച്ച് എഞ്ചിൻ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഗൂഗിള്, യാഹൂ, പിങ് അല്ലെ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നേ, നമ്മള് സെർച്ച് എഞ്ചിൻ ആയിട്ട് യൂസ് ചെയ്യുന്നേ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർച്ചി ആണ് കേട്ടോ. ആർച്ചി, ARCHIE എന്ന് പറയുന്ന ആർച്ചി ആണ് ആദ്യത്തെ വെബ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ അത് ഗുരുജിയാണ് കേട്ടോ. ഇന്ത്യ കണ്ടുപിടിച്ച ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാന്ന് വെച്ചാല് അത് ഗുരുജിയാണ്. അപ്പൊ ഞാനിപ്പോ സെർച്ച് എഞ്ചിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഗൂഗിള്, യാഹൂ, ബിങ് ഒക്കെ എന്താണ് സെർച്ച് എഞ്ചിൻസിന് എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർച്ചി ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗുരുജിയാണ്. ഓക്കെ, ഇനി മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേരുണ്ട്, അത് ആർക്കെങ്കിലും അറിയാമോ? മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ബിങ് ആണ് കേട്ടോ. ബിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്ത്, മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആയിട്ട് വരുന്നത്. ഇനി ആപ്പിൾ കമ്പനിയുടെ സെർച്ച് എഞ്ചിന്റെ പേരാണ് സ്പോട്ട് ലൈറ്റ് കേട്ടോ. ആപ്പിൾ കമ്പനിയുടെ സെർച്ച് എഞ്ചിന്റെ പേരാണ് എന്ത്, സ്പോട്ട് ലൈറ്റ്. ഓക്കെ, ഇനി അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആപ്പിൾ കമ്പനി പുറത്തിറക്കിയ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ഏതാ? ഏതാ? നേരത്തെ പറഞ്ഞതാ സഫാരിയാണ്. സഫാരിയാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ. അത് ആപ്പിൾ കമ്പനിയാണ് പുറത്തിറക്കിയത്. ഇനി ആപ്പിൾ കമ്പനിയുടെ തന്നെ എന്താണ് സെർച്ച് എഞ്ചിന്റെ പേരെന്താണ്? അത് സ്പോട്ട് ലൈറ്റ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി വേറെ പറയാനുള്ളത്, ഇന്റർനെറ്റിൽ തന്നെ എന്തുണ്ട്, ഇൻട്രാനെറ്റും ഉണ്ട്, എക്സ്ട്രാനെറ്റും ഉണ്ട്. രണ്ട് ഇതിനായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞു തരാം. നോട്ട് ഇപ്പോൾ എഴുതണ്ട, എല്ലാരും കൂടി ലാസ്റ്റ് എഴുതിയാൽ മതി. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നെറ്റ്, സാധാരണ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഡാറ്റ അല്ലെ, ഷെയർ ചെയ്യാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിനകത്ത് ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാല് പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓഫ് ആൻ ഓർഗനൈസേഷൻ യൂസിങ് ഇന്റർനെറ്റ്. അതായത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക്, അതായത് ഒരു ഓർഗനൈസേഷൻ അവർക്ക് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ സ്വകാര്യ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണെന്ത്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡാറ്റ കൈമാറ്റമാണ്. അതായത് ഡാറ്റകൾ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം, ഇൻട്രാനെറ്റിന്റെ ലക്ഷ്യം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ആളുകള് അവരുടെ ആ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്ട്രാനെറ്റ് എന്തായിരിക്കും? അപ്പോ ഒന്ന് ഊഹിച്ചേ, എക്സ്ട്രാനെറ്റ് എന്തായിരിക്കും? എക്സ്ട്രാനെറ്റ് എന്തായിരിക്കും അപ്പോ? സഫി ഒന്ന് പറയാം. ഗവൺമെന്റ് ഇന്റർനെറ്റ് ആണോ?
മറ്റേത് അല്ല. പ്രൈവറ്റ് ആണ്. ഇത് പ്രൈവറ്റ് ആണ്. അതായത് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു കമ്പനി അവരുടെ നെറ്റ്വർക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണത് ഇൻട്രാനെറ്റ്. അതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കും. പറയാം, അത് തന്നെ. വരുന്നുണ്ട്. അതായത് ഈ ഇൻട്രാനെറ്റ് തന്നെ എന്താണ്, ഒരു ഔട്ട്സൈഡേഴ്സിന് ഉപയോഗിക്കാനായാല് അതിനെ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നു. അതായത് ഒരു ഹോസ്പിറ്റലില് ഇൻട്രാനെറ്റ് ഉണ്ട്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻട്രാനെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ നെറ്റ്വർക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, എക്സ്ട്രാനെറ്റ് കേട്ടോ. അതായത് ഈ ഒരു ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന സംഭവം ഔട്ട്സൈഡേഴ്സിന് യൂസ് ചെയ്യാൻ സാധിച്ചാൽ അതിനെ പറയുന്നതാണ് എന്ത്, എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായോ? പറയാം മിസ്സേ. അതായത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആ ഇൻട്രാനെറ്റ് എന്താണ്, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ഔട്ട്സൈഡർ ആണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് നമ്മൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, എക്സ്ട്രാനെറ്റ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് പറയുന്നത് കേട്ടോ, സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെന്ന് അറിയാം അല്ലെ? ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്ന് പറഞ്ഞേ. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, ട്വിറ്റർ, ഫേസ്ബുക്ക്, എല്ലാരും അതെ, ഇതൊക്കെയാണ് എന്ത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം ഫേസ്ബുക്കിനെ കുറിച്ച് പറയാം. ആരാ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചേ? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒന്നായിരിക്കുമല്ലോ. മാർക്ക് സുക്കർബർഗ്. മാർക്ക് സുക്കൻബർഗ് ആണ് എന്ത് കണ്ടുപിടിച്ചേ, ഫേസ്ബുക്ക് കണ്ടുപിടിച്ചല്ലേ. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മാർക്ക് സുക്കൻബർഗ് ആണ്. 2004 ഫെബ്രുവരി 4 എന്ത് കണ്ടുപിടിക്കപ്പെട്ടെ, ഫേസ്ബുക്ക് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. 2004 ഫെബ്രുവരി 4. ഓക്കെ, മാർക്ക് സുക്കൻബർഗ് ആണ്. USA കാലിഫോർണിയ ആണ് ആസ്ഥാനമായിട്ട് വരുന്നത് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ഫേസ്ബുക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് USA കാലിഫോർണിയ ആണ്. ഇനി ഇന്ത്യയിലെ ഫേസ്ബുക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹൈദരാബാദ് ആണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാട്ടോ. ഇന്ത്യയിലെ ഫേസ്ബുക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ്. ഓക്കെ, അപ്പൊ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മാർക്ക് സുക്കൻബർഗ് ആണ്. ഇത് ഓർഗനൈസ് അല്ലെങ്കിൽ ഇത് ഫോം ചെയ്തത് 2004 ഫെബ്രുവരി 4 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് USA കാലിഫോർണിയ ആണ്. പിന്നെ ഇന്ത്യയിൽ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹൈദരാബാദ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? വേണ്ടല്ലോ, നോട്ട് എഴുതുമ്പോ മനസ്സിലാവൂലേ? പറയണോ? ഇനി ആർക്കെങ്കിലും പറയണോ? വേണ്ട. ഓക്കെ, ഇനി അടുത്തത് യൂട്യൂബ് ആണ് കേട്ടോ. യൂട്യൂബ് എന്ന് പറയുന്നത് വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സോഷ്യൽ മീഡിയ ആണ് കേട്ടോ. വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സോഷ്യൽ മീഡിയ ആണത് യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബിന്റെ ഒരു ആപ്തവാക്യം 1-2 എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ സന്ദേശം, മുദ്രാവാക്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്നാണ് കേട്ടോ. ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്നാണ് യൂട്യൂബിന്റെ ആപ്തവാക്യം വരുന്നത്. 2005 എന്ത് ഫോം ചെയ്തേ, യൂട്യൂബ് ഫോം ചെയ്തത്. കാലിഫോർണിയ ആണ് എന്ത് വരുന്നത്, ഇതിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് കേട്ടോ. ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഇവിടെ തന്നെയുള്ളത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ വരുന്നത് കാലിഫോർണിയ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് സ്ഥാപിച്ചത് ആരാണ്, മാർക്ക് സുക്കൻബർഗ് ആണ് അല്ലെ. അപ്പൊ യൂട്യൂബ് ആരൊക്കെ ആയിരിക്കും? യൂട്യൂബ് ഒരാളല്ല കേട്ടോ, 3 പേര് ചേർന്നിട്ടാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. യൂട്യൂബ് ആരാ അറിയാമോ? സ്മിത അറിയാമോ ആരാണെന്ന്? യൂട്യൂബ് അറിയില്ല. അതായത് 3 പേരുണ്ട്. ഒന്ന് സ്റ്റീവ് ചെൻ, ചാങ് എർലി, ജാവിദ് ഗവി കേട്ടോ. 3 പേരാണ്. സ്റ്റീവ് ചെൻ, ചാങ് എർലി, ജാവിദ് ഗവി. ഈ 3 പേര് ചേർന്നിട്ടാണ് യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ഇനി
യൂട്യൂബിന്റെ ഓണർമാരെന്ന് പറയുന്നത് ഇപ്പൊ ആരാണ്? അതാർക്കെങ്കിലും അറിയാമോ? ഇപ്പൊ യൂട്യൂബിനെ ഏറ്റെടുത്തിരിക്കുന്നത് ആരാ? ഓണർ ആരാ യൂട്യൂബിന്റെ ഇപ്പോഴത്തെ? അറിയില്ല. ഗൂഗിൾ ആണ് കേട്ടോ. ഗൂഗിൾ ആണ് ഇപ്പൊ യൂട്യൂബിന് ഉടമസ്ഥാവകാശം കേട്ടോ. യൂട്യൂബിന്റെ ഓണർ എന്ന് പറയുന്നത് ഇപ്പൊ ഗൂഗിൾ ആണ്. ഗൂഗിൾ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, മേൽനോട്ടം വയ്ക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഏറ്റെടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. അത് ഓർത്തിരിക്കാം. ഇനി അടുത്തത് ട്വിറ്റർ ആണ്. ട്വിറ്റർ എന്ന് പറയുന്നത് 2006 ഫോം ചെയ്തത് കേട്ടോ. 2006 രണ്ട് പേരാണ്, ജാക്ക് സർവസി ആൻഡ് ഇവാൻ വില്യംസ് കേട്ടോ. ജാക്ക് സർവസി ആൻഡ് ഇവാൻ വില്യംസ് രണ്ട് പേരാണ് ട്വിറ്റർ. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ ആണ്. ഏതായിരിക്കും സംഭവം? ഇപ്പോ ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനായിരിക്കാം? വാട്സപ്പ് കേട്ടോ. വാട്സപ്പ് ആണ്. അങ്ങനെയുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് പല ഇതുണ്ട് അല്ലെ, അതായത് ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ ട്വിറ്റർ, അങ്ങനെയുള്ള പല ഇതുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. എന്നാലും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് എപ്പോഴും എന്ത് തന്നെയാ? വാട്സപ്പ് തന്നെയാണ്. 2009 എന്ത് ഫോം ചെയ്തേ? വാട്സപ്പ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ. രണ്ട് പേര് ചേർന്നിട്ടാണ് വാട്സപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഒന്ന് ജാൻ കോവും രണ്ട് ബ്രയാൻ ആക്ടർ കേട്ടോ. ബ്രയാൻ ആക്ടൺ ആൻഡ് ജാൻ കോ, ഈ രണ്ടു പേര് ചേർന്നിട്ടാണ് വാട്സപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ഇപ്പോഴ് ഫേസ്ബുക്ക് ആണ് കേട്ടോ. അതായത് കുറച്ച് നാള് മുമ്പ് എന്താണ്, ഫേസ്ബുക്ക് എന്ത് ചെയ്തു? മാർക്ക് സുക്കൻബർഗ് എന്ത് ചെയ്തു? ഈ വാട്സപ്പിനെ ഏറ്റെടുത്തു കേട്ടോ. അപ്പോ ഫേസ്ബുക്കിന്റെ ഇതിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വാട്സപ്പ് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ഏതാന്ന് വെച്ചാൽ അത് ഫേസ്ബുക്ക് ആണ്. ഇതിന്റെ ഉടമയായിട്ടുള്ള മാർക്ക് സുക്കൻബർഗ് ആണ് വാട്സപ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അറ്റ് ലാസ്റ്റ് വരുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. 2010 എന്ത് ചെയ്തത്? ഈ ഒരു പ്ലാറ്റ്ഫോം ഫോം ചെയ്തത്. മാർക്ക് ക്രഗർ, കെവിൻ സിസ്റ്റം, ഈ രണ്ടു പേര് ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഇൻസ്റ്റഗ്രാം ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അത്രയുമാണ് എന്ത് പറയുന്നേ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. നോട്ട് എഴുതാലോ? പറഞ്ഞോട്ടെ? എഴുതാം. ഓക്കെ. വെബ് ബ്രൗസേഴ്സ് എന്ന് എഴുതാം കേട്ടോ. വെബ് ബ്രൗസേഴ്സ്. വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. മിസ് ഒന്നുകൂടെ പറയോ? വെബ് പേജിനെ, വെബ് WEB, വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ്. എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാ ഞാൻ പറഞ്ഞേ? വെബ് ബ്രൗസറുകള് നിങ്ങളോട് ഏതൊക്കെയാ പറഞ്ഞേ? Google Chrome, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല, Firefox, Edge. ഓക്കെ. അപ്പൊ എഴുതിക്കോ. ഗൂഗിൾ ക്രോം, ഗൂഗിൾ ക്രോം, ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, എഡ്ജ്, ഓപ്പറ, 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 സഫാരി, സഫാരി,
Mozilla Firefox. Mozilla Firefox. സ്പെല്ലിംഗ് പറയാവോ? Mozilla. MOZILLA FIREFOX. Safari. അടുത്തത് Safari. Icevessel. Icevessel. സഫാരിയുടെ സ്പെല്ലിംഗ് SAFARI കേട്ടോ. Icevessel. ICEVESEL. Icevessel. പറഞ്ഞ ടീച്ചറെ ICEVESEL. Icevessel. Okay. Next one, first web browser in the world. First web browser in the world. First web browser in the world. World Wide Web. World Wide Web. WWW. ട്ടോ. നെക്സ്റ്റ് മൈക്രോസോഫ്റ്റിന്റെ ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസർ. മൈക്രോസോഫ്റ്റിന്റെ ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. മൈക്രോസോഫ്റ്റിന്റെ ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. മൈക്രോസോഫ്റ്റിന്റെ ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറക്കിയത് 1995 കേട്ടോ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറക്കിയത് 1995. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറക്കിയത് 1995. ഇനി മൈക്രോസോഫ്റ്റിന്റെ മറ്റൊരു വെബ് ബ്രൗസർ ആണ് എഡ്ജ്. മൈക്രോസോഫ്റ്റിന്റെ മറ്റൊരു വെബ് ബ്രൗസർ ആണ് എഡ്ജ്. മൈക്രോസോഫ്റ്റിന്റെ മറ്റൊരു വെബ് ബ്രൗസർ ആണ് എഡ്ജ്. നെക്സ്റ്റ് വൺ, ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ്. ആരാണ് ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ? സഫാരി. ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ് സഫാരി. ആപ്പിൾ കമ്പനിയാണ് കേട്ടോ. ആപ്പിൾ കമ്പനിയുടെ സഫാരി. ആപ്പിൾ കമ്പനി. ബ്രാക്കറ്റിൽ ആപ്പിൾ കമ്പനി എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ, ഇന്ത്യസ് ഫസ്റ്റ് വെബ് ബ്രൗസർ. ഇന്ത്യസ് ഫസ്റ്റ് വെബ് ബ്രൗസർ എപ്പിക്. EPIC. എപ്പിക്. ഇന്ത്യസ് ഫസ്റ്റ് വെബ് ബ്രൗസർ. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് എപ്പിക് കേട്ടോ. ഇന്ത്യസ് ഫസ്റ്റ് വെബ് ബ്രൗസർ. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാം. EPIC. എപ്പിക്. വർഷം പറയുന്നില്ല കേട്ടോ. വർഷം വേണ്ട. അതിന്റെ വർഷം വേണ്ട. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മാത്രമേ വർഷം പറയുന്നുള്ളൂ ഇതിനകത്ത്.
ഇനി എപ്പിക്കിന്റെ ബ്രാക്കറ്റിൽ എഴുതാ ഇൻബിൽട്ട് ആന്റിവൈറസ് ഫെസിലിറ്റി. ഇൻബിൽട്ട് BUILT ഇൻബിൽട്ട് ആന്റിവൈറസ് ഫെസിലിറ്റി. ആന്റിവൈറസ് ഫെസിലിറ്റി. Inbuilt antivirus facility. Okay. ഇനി അടുത്തത് സെർച്ച് എഞ്ചിൻ ഹെഡിങ് കൊടുക്കുക കേട്ടോ. സെർച്ച് എഞ്ചിൻ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക സെർച്ച് എഞ്ചിൻ ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക ഗൂഗിൾ, യാഹൂ, ബിങ്. ഗൂഗിൾ, യാഹൂ, ബിങ്. അതിന്റെ സ്പെല്ലിംഗ് പറയൂ. പിങ് എന്നാണോ? ആണോ? ബിങ്, BING, ബിങ് കേട്ടോ. BING, ബിങ്. ഗൂഗിൾ, യാഹൂ, ബിങ്. ഇനി ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. അർച്ചി. ARCHIE. അർച്ചി. ARCHIE. അർച്ചി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗൂഗിൾ, യാഹൂ, പിങ് ഒക്കെ സെർച്ച് എഞ്ചിൻസാ? അതൊക്കെ സെർച്ച് എഞ്ചിൻ ആണ് കേട്ടോ. അപ്പൊ ഈ ആർച്ചിയും കൂടെ അതിന്റെ കൂടെ വേണല്ലേ? പോപ്പുലർ അല്ല, ഇത് ഫസ്റ്റത്തെ അല്ലേ, ഇത്ര പോപ്പുലർ അല്ല. സെർച്ച് എഞ്ചിൻസിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് യൂസ് ആയിട്ടുള്ളതാണ് ഗൂഗിളും, യാഹൂ, ബിങ് ഒക്കെ കേട്ടോ. ഇത് ഫസ്റ്റത്തെ സെർച്ച് എഞ്ചിൻ ആണ് ലോകത്തിലെ തന്നെ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണ് ഗുരുജി. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണ് ഗുരുജി. സെർച്ച് എഞ്ചിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെർച്ചിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ സെർച്ച് എഞ്ചിൻ. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണ് ഗുരുജി. ഗുരുജി അല്ലേ മിസ്സേ? ഗുരുജി. ഗുരുജി, ഗുരുജി, ഗുരുജി. GURUJI. ഗുരുജി. ഇനി അടുത്തത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേരാണ് ബിങ് കേട്ടോ. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേര് ബിങ്. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേരാണ് ബിങ്. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേരാണ് ബിങ് കേട്ടോ. ഇനി ആപ്പിൾ കമ്പനിയുടെ സെർച്ച് എഞ്ചിന്റെ പേരാണ് സ്പോട്ട്ലൈറ്റ്. ആപ്പിൾ കമ്പനിയുടെ സെർച്ച് എഞ്ചിന്റെ പേരാണ് സ്പോട്ട്ലൈറ്റ്. സ്പോട്ട്ലൈറ്റ്. SPOTLIGHT. സ്പോട്ട്ലൈറ്റ് കേട്ടോ. ഓക്കെ.
പിങ്ങിന്റെ സ്പെല്ലിംഗ് പി ആണോ ബി ആണോ? BING, ബിങ്. ബി ആണല്ലേ? ബി ആണ് കേട്ടോ. ഓക്കെ. ഇനി ഇൻട്രാനെറ്റ് എഴുതാം കേട്ടോ. ഇൻട്രാനെറ്റ് എന്ന് എഴുതാം. ഡാറ്റ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഡാറ്റ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. Private network of an organization using internet. Private network of an organization using internet. പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓഫ് ആൻ Organization using internet. Using internet. ഓക്കെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് താഴെയിട്ട് എഴുതി പോവാ. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സ്ഥാപനം അവരുടെ നെറ്റ്വർക്ക് ആവശ്യത്തിനായി ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ്. ഓക്കെ. ഇൻട്രാനെറ്റ് എന്നാല് ഒരു സ്വകാര്യ സ്ഥാപനം അവരുടെ നെറ്റ്വർക്ക് ആവശ്യങ്ങൾക്കായി ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ്. ഓക്കെ. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡാറ്റ കൈമാറ്റമാണ്. ഇനി അതിന്റെ താഴെയിട്ട് എഴുതാം. ഈ നെറ്റ്വർക്ക് തന്നെ ഔട്ട്സൈഡേഴ്സിന് ഉപയോഗിക്കാനായാൽ, പുറത്തുനിന്ന് വരുന്നവർക്ക് കേട്ടോ, ഈ നെറ്റ്വർക്ക് തന്നെ ഔട്ട്സൈഡേഴ്സിന് ഉപയോഗിക്കാനായാൽ അതിനെ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നു. ഈ നെറ്റ്വർക്ക് തന്നെ ഔട്ട്സൈഡേഴ്സിന് ഉപയോഗിക്കാനായാൽ അതിനെ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നു. ഓക്കെ. ഇനി സോഷ്യൽ മീഡിയ എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. സോഷ്യൽ മീഡിയ. ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക് ആരാണ്? ഫൗണ്ടർ ആരാ? മാർക്ക് സുക്കൻബർഗ് കേട്ടോ. മാർക്ക് സുക്കൻബർഗ് എന്ന് എഴുതാം. February 4 കേട്ടോ. ഇയർ 2004 February 4. ഹെഡ്ക്വാർട്ടേഴ്സ് കാലിഫോർണിയ, USA. ഹെഡ്ക്വാർട്ടേഴ്സ് കാലിഫോർണിയ, USA. ഇനി ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് കേട്ടോ. ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് ആണ്. ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് ആണ്. ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്.
Okay, next. YouTube ട്ടോ. YouTube. യൂട്യൂബ് വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സോഷ്യൽ മീഡിയ ആണ്. അതിന്റെ നേരെ തന്നെ എഴുതാം, വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സോഷ്യൽ മീഡിയ. ഫൗണ്ടേഴ്സ് ഓഫ് യൂട്യൂബ്. ഫൗണ്ടേഴ്സ് ഓഫ് യൂട്യൂബ്. ആദ്യത്തെ ആളുടെ പേര് സ്റ്റീവ് ചെൻ എന്നാണ് കേട്ടോ. സ്റ്റീവ് ചെൻ. STEVE. STEVE. അതല്ലേ CHEN. STEVECHEN. സ്റ്റീവ് ചെൻ. പേര് കാട്ടിനി. എഴുതിയോ? ആ എല്ലാരും എഴുതിയോ? സ്റ്റീവ് ചെൻ. പ്രജിന എഴുതിയോ? എഴുതി മിസ്, എഴുതി. ഇനി രണ്ടാമത്തെ ആളുടെ പേരാണ് ചാഡ് ഹെർലി. ചാഡ് ഹെർലി. CHAD HURLEY. CHAD HURLEY. ചാഡ് ഹെർലി. നെക്സ്റ്റ് ആളുടെ പേരാണ് ജാവേദ് കരീം കേട്ടോ. അപ്പൊ 3 പേരാണ് കേട്ടോ യൂട്യൂബിന്റെ ഫൗണ്ടേഴ്സ്. അടുത്ത പേരാണ് ജാവേദ് കരീം. JAWED. KARIM. ജാവേദ് കരീം. ജാവേദ് കരീം. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം, ഓണർ ഓഫ് യൂട്യൂബ്. ഗൂഗിൾ. ഓക്കെ, ഗൂഗിൾ ആണ് ഇപ്പോ യൂട്യൂബിന്റെ ഓണർമാര് കേട്ടോ. ഓണേഴ്സ്. ഓണർ ഓഫ് യൂട്യൂബ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. നെക്സ്റ്റ് വൺ ഏതാ? ട്വിറ്റർ കേട്ടോ. ട്വിറ്റർ. ഫൗണ്ടേഴ്സ് ഓഫ് ട്വിറ്റർ ഏതാ കേട്ടോ. ഫൗണ്ടേഴ്സ് ഓഫ് ട്വിറ്റർ. ജാക്ക് ഡോർസി. ജാക്ക് ഡോർസി. DORSEY. ജാക്ക് ഡോർസി. JACK. ജാക്ക് ഡോർസി. DORSEY. ജാക്ക് ഡോർസി. കോമ ഇവാൻ വില്യംസ്. EVANWILLIAMS. ഇവാൻ വില്യംസ്. ജാക്ക് ഡോർസി, ഇവാൻ വില്യംസ്. ടൂ 2006 കേട്ടോ ഫൗണ്ട് ചെയ്തത് കേട്ടോ. 2006 ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇനി അടുത്ത് എഴുതാം വാട്സപ്പ് കേട്ടോ. വാട്സപ്പ്. താഴെയായിട്ട് എഴുതാം ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ. ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ. എന്താ മിസ് എന്താ എഴുതണ്ടേ? ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ ആണ് വാട്സപ്പ് കേട്ടോ. ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ. ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ.
instant message application. Founders of WhatsApp. Founders of WhatsApp. Jan Koum. JANKOUM. Jan Koum. JANKOUM. Jan Koum. അടുത്തത് ബ്രയാൻ ആക്ടൺ. ബ്രയാൻ ആക്ടൺ. BRIAN ACTON. BRIAN ACTON. ബ്രയാൻ ആക്ടൺ. ഇനി ഓണർ ഓഫ് വാട്സപ്പ്. എന്താ എന്തെങ്കിലും പറഞ്ഞോ? എന്നാ ഇത് ഇയർ എന്നാണ് വാട്സപ്പിന്റെ ഇയർ? 2009 ആണ് കേട്ടോ. 2009 ആണ്. 2009. അടുത്തത് ഓണർ ഓഫ് വാട്സപ്പ്. ഓണർ ഓഫ് വാട്സപ്പ്. ആരാണ് ഓണർ വാട്സപ്പിന്റെ? ഫേസ്ബുക്ക് കേട്ടോ. The next one, Instagram. കേട്ടോ, Instagram. Instagram. Founder of Instagram. Founders കേട്ടോ. 2 പേരാണ്. Founders of Instagram. Mark Conger. Mark Conger. KONGER. MARK. Mark Conger. KONGER. Mark Conger. അടുത്ത പേര് കെവിൻ സിസ്ട്രം. കെവിൻ സിസ്ട്രം. KEVIN SYSTROM. കെവിൻ സിസ്ട്രം. ഇയർ വരുന്നത് 2010 ആണ് കേട്ടോ. 2010. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? യൂട്യൂബ് ഏത് വർഷം മിസ്? യൂട്യൂബ് ഞാൻ ഇയർ പറഞ്ഞായിരുന്നില്ലേ? ഇല്ല, എഴുതിയിട്ടില്ല. 2005 ആണ് കേട്ടോ. 2005. അതായത് ഫേസ്ബുക്ക് 2004 ആണെങ്കിൽ യൂട്യൂബ് 2005 ആണ്. തുടർന്ന് ട്വിറ്റർ 2006. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? വാട്സപ്പ് വരുന്നത് 2009. ലാസ്റ്റ് ആണ് എന്ത് വരുന്നത്? ഇൻസ്റ്റഗ്രാം വരുന്നത് 2010. ആ ഒരു ക്രമത്തിൽ പഠിച്ചു വെച്ചത് കേട്ടോ. 2004 തുടങ്ങി 2010 വരെ കേട്ടോ. ഓക്കെ, 2004 ഫേസ്ബുക്ക്, 2005 യൂട്യൂബ്, 2006 ട്വിറ്റർ, 2009 വാട്സാപ്പ്, 2010 ഇൻസ്റ്റഗ്രാം. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട്? കിട്ടിയോ അല്ലെങ്കിൽ ഇല്ലയോ? ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലേ? ഓക്കെ,
അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ഇന്ന് എടുക്കുന്നില്ല ഞാൻ. ഇതിലേക്കാണ് പോകുന്നേ. ഇത് പറഞ്ഞ കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഈ സ്ലൈഡ് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് കേട്ടോ. അധികമല്ല, എന്നാലും ഏകദേശം ഒരു ധാരണ കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഈ ഒരു ബേസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ. early form of internet. early form of internet എന്താ? അപ്പാർനെറ്റ്. അർപ്പാനെറ്റ് അല്ലേ? ഓക്കെ. ഫുൾ ഫോം എന്താ? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ. എന്നാ ഡെവലപ്പ് ചെയ്തേ? 1969 അല്ലേ? ഓക്കെ. മോഡേൺ ഇന്റർനെറ്റ് ആണെങ്കിലോ? 1983 ഓക്കെ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് മോഡേൺ ഇന്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നാ? 1999 IP അഡ്രസ് എന്താ? IP അഡ്രസ് ഇന്റർനെറ്റ് യൂസർക്ക് പ്രൊവൈഡ് അഡ്രസ്. ഓക്കെ. IPv4 എന്താ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എത്ര ബിറ്റ് യൂസ് ചെയ്യുന്നത്? 32 ബിറ്റ്. IPv6 ആണെങ്കിലോ? ഇന്റർനെറ്റ് 128 198 ബിറ്റ്. 198 അല്ലെ 128? 128 ബിറ്റ്. ഓക്കെ. ഇനി HTML എന്താ? HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണല്ലേ. ഇനി വെബ് ബ്രൗസേഴ്സ് എന്താ? വെബ് പേജിനെ ആക്സസ് ചെയ്യുന്ന വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് എന്ത് പറയുന്നത്? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. എക്സാമ്പിൾസ് പറഞ്ഞേ. ഗൂഗിൾ ഓക്കെ. ഫസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ്? വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് അല്ലേ? ഓക്കെ. ഇനി മൈക്രോസോഫ്റ്റിന്റെ ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസറിന്റെ പേരെന്താ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലേ? ഓക്കെ. ഇനി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറക്കിയതെന്നാ? 1995. ഇനി മൈക്രോസോഫ്റ്റിന്റെ തന്നെ മറ്റൊരു വെബ് ബ്രൗസറിന്റെ പേരെന്താ? എഡ്ജ്. എഡ്ജ്. ഇനി ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ്? സഫാരി. സഫാരി. ഏത് കമ്പനിയുടെയാ? ആപ്പിൾ. ഓക്കെ. ഇനി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ എന്താ? എപ്പിക്. ഇതിന്റെ പ്രത്യേകത എന്താ? ആന്റിവൈറസ് ഫെസിലിറ്റി. ഇനി സെർച്ച് എഞ്ചിൻസിന് എക്സാമ്പിൾ പറഞ്ഞേ. അല്ലേ? ഓക്കെ. ഇനി ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഏതാ? ആർച്ചി. ഇന്ത്യയുടെ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഏതാ? ഓക്കെ. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേര്? ബിങ്. ആപ്പിൾ കമ്പനിയുടെ സെർച്ച് എഞ്ചിന്റെ പേരെന്താ? സ്പോട്ട്ലൈറ്റ് അല്ലേ? ഓക്കെ. ഇനി ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ? ഇയർ? February 4th. ഓക്കെ. ഹെഡ്ക്വാർട്ടേഴ്സ്? Hyderabad. ഹൈദരാബാദ്. ഇനി യൂട്യൂബിന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാ? Steve Chen, Chan Harley, ഓക്കെ. വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സോഷ്യൽ മീഡിയ എന്നറിയപ്പെടുന്നത് എന്താ? യൂട്യൂബ്. ഓക്കെ. യൂട്യൂബിന്റെ ഓണർ ആരാ? ഗൂഗിൾ. ട്വിറ്ററിന്റെ ഫൗണ്ടർ ആരൊക്കെയാ? Ivan Williams. ഓക്കെ. ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? വാട്സ്ആപ്പ്. ഓക്കെ. ഫൗണ്ടേഴ്സ് ആരൊക്കെയാ? Jan Brian and ഇപ്പൊ വാട്സ്ആപ്പിന്റെ ഓണർ ആരാ? Facebook. ഓക്കെ. ഇനി ഇൻസ്റ്റഗ്രാം? Mark ഓക്കെ. ഇയറോ? 2010.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. Thank you. താങ്ക് യു.